നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. ഭഗവാൻ ഇന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭഗവാൻ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട മെസ്സേജുകൾ തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുകയാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ടാണ്. ഇന്നത്തെ ദിവസം തരുന്ന മെസ്സേജ് അനുസരിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ മാറ്റം വരുത്തുക. നമ്മുടെ ജീവിതത്തിലെ മാനസികാവസ്ഥയിൽ, പ്രവൃത്തികളിൽ. അടുത്ത ദിവസം വീണ്ടും മെസ്സേജ്. അങ്ങനെ പടിപടിയായിട്ട് നമ്മളറിയാതെ നമ്മളെ ഒരു മാറ്റത്തിലേക്ക്, ഒരു ആത്മീയമായ ഒരു ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് ഭഗവാൻ മാറ്റുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുക ഹൃദയത്തോട് ചേർത്ത്. ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാന്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുന്ന എന്ത് മെസ്സേജാണ് ഭഗവാൻ തരുന്നതെന്ന് നോക്കാം. ഭഗവാന്റെ ഒരു നല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന, അനുഗ്രഹം നൽകുന്ന ആ മെസ്സേജ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഭഗവാന്റെ ആ മെസ്സേജ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു കാർഡ് എടുക്കുകയാണ്. ചാരിറ്റിയാണ് ഇന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന മെസ്സേജ്. ഗിവ് വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ഓഫ് യു. ഗിവ് വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ഓഫ് യു. ഇന്നത്തെ ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന കാർഡ് ചാരിറ്റിയാണ്. അതായത് നമ്മൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ഏത് രീതിയിലാണെങ്കിലും ഇന്നൊരു ചാരിറ്റി, ഒരു സേവനം മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, നമുക്ക് ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്നത് ചെയ്യാം, കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണോ ആവശ്യപ്പെടുന്നത്, ചിലപ്പോൾ ഒരു സഹായമായിരിക്കാം, വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു വഴി ചോദിക്കുന്നത് തന്നെ, അത് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞതാണ്. നമ്മുടെ ആ ചാരിറ്റിയുടെ ഇന്നത്തെ ആ മെസ്സേജ് പൂർത്തിയാക്കാൻ എന്ന് വിചാരിക്കാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ സഹായമായിരിക്കാം. ചിലപ്പോൾ ചാരിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പണം കൊടുക്കൽ മാത്രമല്ല, എന്നാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ട ചെറിയ തുകയാണ്. ചിലപ്പോൾ ചിലവർ 10 രൂപയൊക്കെ ചായ കുടിക്കാൻ ചോദിക്കും യാദൃശ്ചികമായിട്ട്. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ ചിലവർ ബസ് ചാർജ്, അതും നമ്മൾ നോക്കി കണ്ടിട്ട്. അല്ല, വേറെ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത്, അല്ല ഒരു ഭക്ഷണം നൽകാൻ പറ്റുമെങ്കിൽ അത്, അങ്ങനെ ഇന്ന് എന്തെങ്കിലും ഒരു ചാരിറ്റി നമ്മൾ ചെയ്യുക. ഇന്നത്തെ ദിവസം ഭഗവാൻ ഇത് പറഞ്ഞതിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള കാരണമുണ്ടായിരിക്കും. ഭഗവാൻ നമുക്കൊരു മെസ്സേജ് തരുന്നതിൽ, ആ ഒരു മെസ്സേജിൽ നമ്മുടെ ജീവിതത്തിലെ പൂർവ്വജന്മ കർമ്മങ്ങളെ മാറ്റാനുള്ള ഒരു കാരണമുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് മടിക്കാതെ നമ്മളത് ചെയ്യുക. അപ്പോൾ ഭഗവാൻ നമ്മളറിയാതെ നമ്മുടെ സോളിനെ ശുദ്ധീകരിക്കാൻ, പൂർവ്വജന്മ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. ഈ കാർഡുകൾ തയ്യാറാക്കിയത് ഉത്തമമായ ഒരു ഭക്തയാണ് ഭഗവാന്റെ. അപ്പം ഇതിൽ ഭഗവത് ചൈതന്യം ഉണ്ട് കാർഡിൽ. നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. ഭഗവാന്റെ ഭക്തരാണ് ഈ ഒരു ഭഗവാന്റെ മെസ്സേജ് നോക്കുന്നത്. അപ്പം ആ ഭക്തരുടെ ജീവിതത്തിൽ പൂർവ്വജന്മ കർമ്മബന്ധങ്ങളുടെ ആ കെട്ടുകൾ അഴിക്കാൻ ഭഗവാൻ ഓരോ ദിവസവും തരുന്ന മെസ്സേജാണ്. അതായത് നമുക്ക് കഷ്ടം നൽകാതെ ചെറിയ ചെറിയ രീതിയിലാണ് ഭഗവാൻ നമ്മുടെ കർമ്മബന്ധങ്ങളെ തീർക്കാൻ, ആ ബന്ധനങ്ങളെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നത്. അപ്പം ഇന്ന് തന്ന മെസ്സേജ് ചാരിറ്റിയാണ്. അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ, അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ 100 രൂപ കയ്യിലുണ്ട്, 100 രൂപയും കൊടുക്കാനല്ല, അതിന് വേണമെങ്കിൽ 10 രൂപ അത്യാവശ്യമുള്ളൊരു വ്യക്തിക്ക്, നിവർത്തിയില്ലാതെ നിൽക്കുന്നൊരു വ്യക്തിക്ക് സഹായിക്കാം. അല്ല ഭക്ഷണം, ചില വിശന്ന് കയ്യിൽ പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നിയ ആ വ്യക്തിക്ക്, അല്ല നമ്മുടെ പുറത്ത് ആരെങ്കിലും സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ, ചിലപ്പോൾ
ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ അറിവ് ചോദിക്കും. ചിലപ്പോൾ അവർക്കറിയാത്ത കാര്യം അത് ക്ഷമയോടെ കേട്ട് അതിന് മറുപടി കൊടുക്കുക. അങ്ങനെ ഇന്നത്തെ ദിവസം ധന്യമാക്കുക. ചാരിറ്റി എല്ലാ രീതിയിലും ഇന്ന് അത് നമ്മളൊരു ദിവസം ഇന്ന് ഒരു വ്യക്തിക്കെങ്കിലും നമ്മൾ ഈ ചാരിറ്റി രൂപത്തിൽ ഈ ചാരിറ്റി ഭഗവാൻ പറഞ്ഞ ഇന്നത്തെ മെസ്സേജ് നമ്മൾ അനുസരിക്കും. ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹവും നമ്മളോടുള്ള നമ്മളെ കമ്മിറ്റ്മെൻറ്റും നമ്മൾ പൂർത്തിയാക്കും. കാരണം നമ്മുടെ കർമ്മബന്ധനങ്ങളെ തീർക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം അതിനാണ് ഓരോ ദിവസവും ഭഗവാൻ തരുന്ന മെസ്സേജ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചാരിറ്റി ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്ന് ഓരോ ദിവസവും അപ്പോൾ ഇന്നൊരു ദിവസം സ്നേഹജ്യോതിസ് ഗുരുകുലം എന്ന ചാനലിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നാളെ അമ്മ പ്രാർത്ഥന ധ്യാനം എന്ന ചാനലിലാണ്, മറ്റന്നാൾ വീണ്ടും സ്നേഹജ്യോതിസ് ഗുരുകുലം എന്ന ചാനലിലാണ്. അപ്പം മറക്കാതെ രണ്ടും കാണുക, ഓരോ ദിവസം ഇടുന്നത്. കാരണം നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളെ ആ ബന്ധനങ്ങളെ ഒഴിവാക്കാൻ അത് സഹായിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ചാരിറ്റി നമുക്കിന്ന് ചെയ്യാം.